പ്രിയ കുട്ടികളെ, അല്പം മുമ്പ് ഞാനിവിടെ നിങ്ങളുടെ വേൾഡ് റെക്കോർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ സമയത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എൻ്റെ ഒരു ഫീലിംഗ് ആണ്. അതിതാണ്, നവംബർ മാസത്തില് കത്തോലിക്ക സഭ, ആഗോള കത്തോലിക്ക സഭ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വിശുദ്ധരെ കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സമയമാണ്. മരിച്ചവരും വിശുദ്ധരുമൊക്കെ എവിടെയാണുള്ളത്? സ്വർഗത്തിലാണുള്ളത്. ഇന്നിവിടെ സെന്റ് പീറ്റേഴ്സ് ചർച്ച് കുമ്പളങ്ങി, അവിടുത്തെ കുട്ടികളായ പുത്തൻ തലമുറയിലെ കുട്ടികൾ, നിങ്ങൾ ഇവിടെ സ്വർഗത്തിന്റെ ഒരു ഭാഗം അടർത്തി എടുത്ത് കൊണ്ടുവന്ന് പള്ളിയുടെ മുമ്പിൽ വെച്ചതുപോലെയാണ് തോന്നുന്നത്. ഇത് കാണാൻ നിൽക്കുന്ന ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ തന്നെ സ്വർഗത്തിന്റെ ഒരു മുൻ അനുഭവം ഉണ്ടായ ഫീലിംഗ് ആണുള്ളത്. ഈ വൈബ് ഞങ്ങൾക്ക് തന്നതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ട്രസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ എല്ലാ അനുമോദനങ്ങളും നിങ്ങളെ അറിയിക്കുന്നു. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ വേഷം നിങ്ങൾ ധരിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒരു വെല്ലുവിളിയായിട്ട്, ഒരു ചലഞ്ചായിട്ട് എടുക്കണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വേഷത്തോട്, ആ വിശുദ്ധനോട്, വിശുദ്ധയോട് നീതി പുലർത്തിക്കൊണ്ട് അവരെ പോലെയാകാൻ പരിശ്രമിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അനുമോദനങ്ങൾ. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം നമ്മൾ ആകാശവിളക്ക് ചെയ്ത് ഇത്ര വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യണമെന്ന് പ്രസാദച്ചൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഈ ആശയം തെളിഞ്ഞു വന്നത്. തെളിഞ്ഞു വന്നപ്പോൾ ഉണ്ടായൊരു അവസ്ഥ, എനിക്കത് ചെറുതോതിൽ അനുഭവമുള്ളതുകൊണ്ട് പറയുക. ആശയം പങ്കുവച്ചു. അന്ന് രാത്രി തന്നെ ഡൽഹിക്ക് വിളിച്ചു വിചാരിച്ച് ഇത് നിന്ന് തന്നെ സാധനം തയ്യാറാക്കണമെന്ന് പറഞ്ഞു. രാത്രി ഇന്ന് റെഡിയാക്കി പിറ്റേ ദിവസം തന്നെ ഈ സാധനം അഴക്കുകയാണ് ചെയ്തത്. അതാണ് അത്രയും ചടുലമായ നീക്കങ്ങളാണ്. അല്ലാതെ അതിൽ നീക്കി അനങ്ങിക്കളിയുള്ള കളിയൊന്നുമല്ല. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ശൈലിയാണ് ഇന്നിപ്പോൾ ഇത്രയും വിശുദ്ധരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ അണിനിരത്താൻ നമുക്കായത്.